നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. സഞ്ചാരികളുടെ സ്വപ്ന ഭൂമിയായ മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം മണ്ഡലം ഇന്ന് വികസനത്തിന്റെ പുത്തൻ ഉയരങ്ങൾ താണ്ടുകയാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും ദേവികുളത്തിന്റെ ഈ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേകുന്നു. ദേവികുളം പോലൊരു മലയോര മണ്ഡലത്തിൽ മികച്ച ഗതാഗത സൗകര്യങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇവിടുത്തെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ടൂറിസത്തിന്റെ മുന്നേറ്റത്തിനും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾക്കും സുഗമമായ റോഡ് ശൃംഖല അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നിരവധി സുപ്രധാന പദ്ധതികളാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉടുമ്പൻചോല, രാജാക്കാട്, ആനച്ചാൽ, 2-ാം മൈൽ, ചിത്തിരപുരം റോഡിന്റെ നവീകരണം. ദേവികുളം മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിനായി 178 കോടിയിലധികം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഏറെ സന്തോഷകരമായ കാര്യം ഈ പദ്ധതിയുടെ 172 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഏതാണ്ട് പൂർണ്ണമായും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നതാണ്. ഇത് ഈ മേഖലയിലെ ഗതാഗതത്തിന് വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മലയോര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന മലയോര ഹൈവേ പദ്ധതിയുടെ നിർണായക ഭാഗങ്ങളും ദേവികുളം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നു. പീരുമേട് ദേവികുളം റോഡിന്റെ 19 മുതൽ 40 വരെയുള്ള കിലോമീറ്റർ ഭാഗവും തൊടുപുഴ പുളിയൻമല റോഡിന്റെ 85 മുതൽ 92 വരെയുള്ള കിലോമീറ്റർ ഭാഗവും നവീകരിക്കുന്നതിനായി 144 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 84 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ബാക്കി പണികൾ അതിവേഗം പുരോഗമിക്കുന്നു. ഈ മലയോര പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഹൈറേഞ്ചിലെ വിവിധ കേന്ദ്രങ്ങൾ തമ്മിലുള്ള യാത്രാ ദൂരം കുറയുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാർ ടൗൺ നേരിടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള മൂന്നാർ ഫ്ലൈ ഓവർ ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതി സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും വലിയ ആശ്വാസമാകും. പദ്ധതിയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. മറ്റു മണ്ഡലങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ചില റോഡുകൾ, ഉടുമ്പൻചോലയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു റോഡ് 176 കോടി രൂപയാണ്. ഉടുമ്പൻചോലയിൽ ആരംഭിച്ച് ദേവികുളം നിയോജക മണ്ഡലത്തിൽ 2-ാം മൈലിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഏകദേശം 95% വർക്കുകളും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് വന്നതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ വലിയ രീതിയിൽ മാറ്റമുണ്ടായി. മറ്റൊന്ന്, എല്ലക്കല്ലിൽ നിന്ന് ഇരുട്ടുകാനം വരെയുള്ള റോഡ് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പണികൾ ആരംഭിക്കാൻ പോകുന്നത്. മലയോര ഹൈവേ നമ്മുടെ മണ്ഡലത്തിൽ മറ്റ് സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് എല്ലക്കല്ലിൽ നിന്ന് കുഞ്ചത്തൻ വഴി അതുപോലെ ഇരുട്ടുകാനം വരെയുള്ള ഈ റോഡ് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഗതാഗത സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ഒരു ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സർക്കാർ മുൻഗണന നൽകുന്നു. ദേവികുളം നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റത്തിനാണ് കളമൊരുങ്ങുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസനം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. പുതിയ OP യൂണിറ്റ്, കാഷ്വാലിറ്റി ബ്ലോക്ക്, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 12.5 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനകം 9.8 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു.
കൂടാതെ ഈ ആശുപത്രിയിലേക്ക് ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 85 ലക്ഷത്തിലധികം രൂപയുടെ മറ്റൊരു പദ്ധതിക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ അടിമാലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും. മൂന്നാർ, ചിത്തിരപുരം എന്നിവിടങ്ങളിലെ താലൂക്ക് തല ആശുപത്രികളുടെ വികസനവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് ഈ ആശുപത്രികളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പദ്ധതികൾ വിലയിരുത്തൽ ഘട്ടത്തിലാണ്. ഇവ യാഥാർത്ഥ്യമായാൽ ദേവികുളം മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടാകും. ഇവയ്ക്കെല്ലാം പുറമെ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനവും ദേവികുളം മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. KMSCL ആണ് ഈ സംസ്ഥാനതല പദ്ധതിയുടെ നിർവഹണ ഏജൻസി. വിദ്യാഭ്യാസ രംഗത്തും ദേവികുളം മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് ലഭിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി നിരവധി സ്കൂൾ നവീകരണ പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2022 ഇതിൻ്റെ ഭരണാനുമതി ലഭിക്കുന്നത് 12.5 കോടി രൂപയാണ്. 12.5 കോടി രൂപ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി 12.5 കോടി രൂപയുടെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില നടപ്പിലാക്കുന്ന ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ക്ലസ്റ്റർ 28 പദ്ധതിക്കായി 18.6 കോടി രൂപ വകയിരുത്തിയതിൽ 3.8 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന ഇടുക്കി ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിക്കായി 10 കോടി രൂപ അനുവദിച്ചതിൽ 9.6 കോടി രൂപയുടെയും എറണാകുളം ഇടുക്കി ക്ലസ്റ്റർ ഫേസ് 1 പദ്ധതിക്കായി 12 കോടി രൂപ അനുവദിച്ചതിൽ 12.3 കോടി രൂപയുടെയും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നത് ഈ രംഗത്തെ വലിയ നേട്ടമാണ്. ഈ പദ്ധതികളിലൂടെയെല്ലാം ദേവികുളം മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മികച്ച ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ലഭിക്കും. ഇത് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ സഹായകമാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടുക്കി, ആലപ്പുഴ ക്ലസ്റ്റർ ഫേസ് 4 പദ്ധതി കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പരിഗണനയിലുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായമാകും. കിഫ്ബി പദ്ധതിയിലൂടെ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളാണ് ദേവികുളം നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലത്തിൽ ചില സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കുഞ്ചിത്തണ്ണി ഹയർ സെക്കൻഡറി സ്കൂൾ. 5 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ നിന്ന് ഇതിനു വേണ്ടി പണം മാറ്റിവെച്ച് പണികൾ പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് അടിമാലി ഹൈസ്കൂളിൽ 3 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്, അതും പണികൾ പൂർത്തീകരിച്ചു. മറ്റൊന്ന് മറയൂരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് കെട്ടിടത്തിന് വേണ്ടി 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ച് അതിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ മൂന്നാർ ഗവൺമെൻറ് കോളേജ് 2019 പ്രളയത്തിൽ തകർന്നു പോയതാണ്. പിന്നീട് പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള താമസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ സ്ഥലം കണ്ടെത്തി റവന്യൂ വകുപ്പ് സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. അതുപോലെ DTPC അവരുടെ കയ്യിലുള്ള സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. 20 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കിഫ്ബി പദ്ധതിയിലൂടെ നമ്മുടെ മണ്ഡലത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് നടന്നിട്ടുള്ളത്. ഇനിയും നടത്തേണ്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തി തീർക്കാൻ കഴിയുമെങ്കിൽ ഒരു ദേവികുളം മണ്ഡലത്തിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും.
കേരളത്തിന്റെ ഊർജ ഉൽപാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന നാടാണ്. ഇവിടുത്തെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായി KSEB ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കുന്ന കൊച്ചി ലെൻസ് പാക്കേജ് എന്ന ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനം ഇടുക്കി ജില്ലയ്ക്കും ലഭിക്കും. 372 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയുടെ 353 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇത് വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാനും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും സഹായിക്കും. അതോടൊപ്പം യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനും മാറുന്ന തൊഴിൽ ലോകത്തിനനുസരിച്ച് അവരെ പ്രാപ്തരാക്കുന്നതിനുമായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും ദേവികുളം മണ്ഡലത്തിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭ്യമാകും. മറ്റു മണ്ഡലങ്ങളുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഇപ്പോൾ KSEBയുടെ ഒരു പദ്ധതി 372 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവ് ചെയ്ത് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 2 പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ പണം അനുവദിച്ചിരുന്നു. ഒന്ന് മൂന്നാറിൽ ഒരു ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് 75 കോടി രൂപയാണ് അനുവദിച്ചത്. അതിൻ്റെ അലൈൻമെൻറ്റ് 2 or 3 തവണകൾ മാറ്റേണ്ടി വന്നു. അലൈൻമെൻ്റ് എല്ലാം മാറ്റി ഇപ്പോൾ അപ്രൈസൽ സ്റ്റേജിലാണ്. ആ പാലത്തിൻ്റെ പണിയും കൂടെ പൂർത്തീകരിക്കുന്നതോടുകൂടി മൂന്നാറിൻ്റെ വികസനത്തിന് വലിയൊരു മാറ്റം അത് ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് ഒരു വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ. അതുപോലെ ഒത്തിരി തോട്ടം മേഖലയും ആദിവാസി സഹോദരങ്ങളടക്കം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു നല്ലൊരു ആശുപത്രി വേണം. അതിനു വേണ്ടിയിട്ട് 75 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. സ്ഥലം കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 75 കോടി രൂപയുടെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി മൂന്നാറിൽ പണിയുമ്പോൾ ഉറപ്പായിട്ടും മൂന്നാറിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിനും അവിടെയുള്ള ആളുകൾക്ക് ഈ ആരോഗ്യ മേഖലയിലുള്ള ഇപ്പോഴത്തെ കുറവുകളെല്ലാം ഒന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നാം കണ്ടതുപോലെ ദേവികുളം നിയോജക മണ്ഡലം വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഗതാഗത രംഗത്ത് മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡ് നവീകരണ പദ്ധതികളും പരിഗണനയിലുള്ള ഫ്ലൈ ഓവറും, ആരോഗ്യരംഗത്ത് താലൂക്ക് ആശുപത്രികളുടെ നവീകരണവും പുതിയ സൗകര്യങ്ങളും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും, ഊർജ്ജ മേഖലയിലെ സുപ്രധാന മുന്നേറ്റങ്ങളും, പുതിയ തൊഴിൽ സാധ്യതകളും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ശക്തമായ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ദേവികുളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, ടൂറിസം മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകും. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനൊപ്പം ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നതും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇനി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കടലിന്റെ ഓളവും കരയുടെ ഹരിതാഭയും ഒത്തുചേർന്ന കൃഷിയും വ്യവസായവും മത്സ്യബന്ധനവും ജീവനാഡിയായ ചാത്തന്നൂർ. കൊല്ലം ജില്ലയിലെ ഈ നിയോജക മണ്ഡലം ഇന്ന് വികസനത്തിന്റെ പുതിയ നാളുകളിലേക്ക് മിഴി തുറക്കുകയാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും ചാത്തന്നൂരിന്റെ ഈ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേകുന്നു. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കിഫ്ബി കേന്ദ്രീകരിച്ച് കിഫ്ബിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ കേരളം 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് 25 വർഷം കഴിഞ്ഞ് നേടാൻ സാധ്യതയുള്ള വികസനങ്ങളെ കിഫ്ബി എന്ന് പറയുന്ന മഹത്തായ പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് കേരളത്തിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം കേരളത്തിൽ നേടിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, മറ്റ് പശ്ചാത്തല സൗകര്യ മേഖലകളിലെല്ലാം നേടുന്ന വികസനത്തിൻ്റെ അടയാളം ഇന്നിപ്പോൾ നമുക്ക് നാട്ടിൽ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ ദീർഘനാളായി കാത്തിരുന്ന നിരവധി വികസന പദ്ധതികൾ നമുക്ക് കിഫ്ബിയിലൂടെ പൂർത്തിയാക്കാൻ കഴിയും. നടപടികൾ സ്വീകരിക്കാനും വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഗതാഗത സൗകര്യങ്ങൾ അനിവാര്യമാണ്.
ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്നീ ഏജൻസികളിലൂടെ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നിരവധി പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ തീരദേശ ഹൈവേ. ഇതിന്റെ കൊല്ലം ജില്ലയിലെ നിർണായക ഭാഗങ്ങൾ ചാത്തന്നൂർ മണ്ഡലത്തിലൂടെയോ സമീപത്തു കൂടിയോ കടന്നുപോകുന്നു. കാപ്പിൽ മുതൽ തങ്കശ്ശേരി വരെയുള്ള 17.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ റീച്ചിന്റെ നിർമ്മാണത്തിനായി 179 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ കാപ്പിൽ പാലം മുതൽ കൊല്ലം വരെയുള്ള 1ാം ഘട്ട നിർമ്മാണവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ മേഖലയുടെ സാമ്പത്തിക വികസനത്തിനും ടൂറിസം മുന്നേറ്റത്തിനും വലിയ സാധ്യതകളാണ് തുറന്നു കാട്ടുക. റെയിൽവേ ക്രോസുകളിലെ യാത്രാ തടസ്സം ഒഴിവാക്കുന്നതിനായി ഓയൂർ റോഡിലെ ഒള്ളാൽ എന്ന സ്ഥലത്ത് ഒരു റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. RBDCKയുടെ നേതൃത്വത്തിൽ 36.7 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. മണ്ഡലത്തിലെ പ്രധാന റോഡുകൾ നവീകരിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകുന്നു. ചാത്തന്നൂർ, മീനാട്, കുളമട, പരവൂർ, നെല്ലട്ടിൽ, ഭൂതക്കുളം, ഇടയാട് റോഡിന്റെ നവീകരണത്തിനുള്ള പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇതിനാവശ്യമായ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. സമീപത്തു കൂടി കടന്നുപോകുന്ന ആയൂർ ഇത്തിക്കര റോഡിന്റെ 8 മുതൽ 17.5 വരെയുള്ള കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്ന 16 കോടി രൂപയുടെ പദ്ധതി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണ്. 13.9 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കൂടാതെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കൂമല്ലൂർ, പള്ളിക്കാമണ്ണാടി പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 14.4 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ 1.6 കോടി രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ ഗതാഗത വികസന പദ്ധതികളെല്ലാം ചാത്തന്നൂരിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കും പൊതുജനങ്ങളുടെ സുഗമമായ യാത്രയ്ക്കും വഴിയൊരുക്കും. ഗതാഗത രംഗത്തെ പുരോഗതിക്കൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തുന്നു. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നത്. കൊല്ലം എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ സുപ്രധാന മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില കൊല്ലം പത്തനംതിട്ട ക്ലസ്റ്റർ 5 പദ്ധതിയിലൂടെ 14.3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ഇതിൽ 4.4 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. കൂടാതെ കില തന്നെ മറ്റ് ജില്ലകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ക്ലസ്റ്റർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട് ക്ലസ്റ്റർ എന്നീ വലിയ പദ്ധതികളുടെയും കൊല്ലം ജില്ലയ്ക്ക് മാത്രമായുള്ള 3 കോടി രൂപയുടെ പദ്ധതിയുടെയും ഗുണഫലം ചാത്തന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ലഭിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ GLPS നെടുമ്പനയുടെ നവീകരണത്തിനായുള്ള പദ്ധതിയും കിലയുടെ പരിഗണനയിലുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന കൊല്ലം ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 39.7 കോടി രൂപ അനുവദിച്ചതിൽ 33.4 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് ഈ രംഗത്തെ വലിയ മുന്നേറ്റമാണ് കാണിക്കുന്നത്. അതുപോലെ കൊല്ലം ക്ലസ്റ്റർ 1 ഫേസ് 1, ക്ലസ്റ്റർ 2 ഫേസ് 1 എന്നീ പദ്ധതികൾക്കായി യഥാക്രമം 9 കോടി രൂപ വീതം വകയിരുത്തിയതിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുകയുടെ യഥാക്രമം 10.1 കോടി, 9.3 കോടി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സാധിച്ചു. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം ചാത്തന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് സഹായിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ,
പൂതക്കുളം ഹൈസ്കൂള് 3 കോടി, പൂയപ്പള്ളി സ്കൂള് 3 കോടി, ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂള് 4 കോടി, ഉളിയനാട് സ്കൂള്, കോട്ടപ്പുറം LPS, കോയിപ്പാട് LPS, നെടുങ്ങോലം HS, അതുപോലെ ആദിച്ചല്ലൂർ ഹൈസ്കൂൾ തുടങ്ങി അങ്ങനെ വിവിധ സ്കൂളുകൾക്കായിട്ടാണ്ട് 30 കോടിയിലധികം രൂപ വിവിധ സ്കൂളുകൾക്കായിട്ട് നമുക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ പല സ്കൂളുകളിലും 30-40 വർഷമായി ഹയർ സെക്കൻഡറി അനുവദിച്ച സ്കൂളുകളിൽ +2 ക്ലാസ് റൂം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളത്. ഈ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികളാണ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KSCADC കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കുന്നത്. കൊല്ലം ജില്ലയിലെ മത്സ്യവിപണന രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി വിവിധ ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. 12.8 കോടി രൂപയുടെ ഒരു പദ്ധതി, 13.6 കോടി രൂപയുടെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകൾക്കായുള്ള പദ്ധതി, 15.1 കോടി രൂപയുടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്കായുള്ള 2ാം ഘട്ട പദ്ധതി, 17.2 കോടി രൂപയുടെ 5 ജില്ലകൾക്കായുള്ള മറ്റൊരു പദ്ധതി എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ലക്ഷ്യത്തോടെ നടക്കുന്നത്. ഇവയിലൂടെ പുതിയ മാർക്കറ്റുകൾ, ശീതീകരണ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട റോഡ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങുകയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കാനും സഹായിക്കും. കൂടാതെ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.6 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും KSCADC നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ പൗരന്മാർക്കും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി കേരള വാട്ടർ അതോറിറ്റി അഥവാ KWA കിഫ്ബിയുടെ പിന്തുണയോടെ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാത്തന്നൂർ സമഗ്ര കുടിവെള്ള പദ്ധതി. 60 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ ബൃഹത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനകം 17.9 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ചാത്തന്നൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് വലിയൊരളവ് വരെ പരിഹാരമുണ്ടാകും. അതോടൊപ്പം കല്ലുവാതുക്കൽ, പാരിപ്പള്ളി, വെളിനെല്ലൂർ എന്നീ ഗ്രാമങ്ങൾക്കായുള്ള കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 27 കോടി രൂപ അടങ്കലുള്ള ഈ പദ്ധതിയുടെ 20.4 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം കഴിഞ്ഞു. ഇവ കൂടാതെ കൊല്ലം PH സർക്കിളിന് കീഴിലുള്ള പ്രധാന വിതരണ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന വലിയ പദ്ധതിയും പുരോഗമിക്കുകയാണ്. 37.3 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ പകുതിയോളം, അതായത് 18.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. ഇത് ജില്ലയിലെ മൊത്തത്തിലുള്ള ജലവിതരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ശുദ്ധജലം തടസ്സമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനും സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ, 68 കോടിയിലധികം രൂപ ചാത്തന്നൂർ കുടിവെള്ള പദ്ധതിക്കും 28 കോടി രൂപ കല്ലുവാതുക്കൽ കുടിവെള്ള പദ്ധതിക്കുമായിട്ട് 100 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ, പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നടപ്പിലാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പൂതക്കുളം, പരവൂർ മുനിസിപ്പാലിറ്റി, പൂതക്കുളം പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലം ലഭിക്കുന്നത് പുനലൂരിൽ ഏരൂർ പ്രദേശത്തു നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഈ ടൈലൻഡ് ആയതുകൊണ്ട് വെള്ളം കിട്ടാത്ത അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ പദ്ധതി, ഇത്തിക്കര 6 കേന്ദ്രീകരിച്ചൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പരവൂർ മുനിസിപ്പാലിറ്റിക്കും പൂതക്കുളം പഞ്ചായത്തിനും വേണ്ടിയിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്തും ചാത്തന്നൂർ മണ്ഡലത്തിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന കാത്ത് ലാബിന്റെയും കാർഡിയാക് കെയർ യൂണിറ്റിന്റെയും പ്രയോജനം ചാത്തന്നൂരിലെ ജനങ്ങൾക്കും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടപ്പിലാക്കുന്ന 800 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമാണിത്. ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും.
പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായുള്ള വാർഡ് ചാത്തന്നൂർ മണ്ഡലത്തിലും സജ്ജമാക്കും. KMSCL തന്നെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അടിയന്തര സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിന് നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും ചാത്തന്നൂരിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭിക്കും. ഏതാണ്ട് 13 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ആയൂർ ഇത്തിക്കര റോഡുമായി ബന്ധപ്പെട്ട് 16 കോടി, അതുപോലെ പിന്നെ ഒല്ലാൽ മേപ്പാലം ദീർഘനാളായി ദശാബ്ദങ്ങളായി നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പദ്ധതിയാണ്. അത് 36 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നിന്ന് കിഫ്ബിയിലൂടെ മാറ്റിവെച്ച് റെയിൽവേയുടെ സാങ്കേതികമായ അനുവാദം കാത്തുകിടക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള നിരവധി നൂറുകണക്കിന് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ഇപ്പം നമുക്ക് നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായമാണ് നമ്മൾ കിഫ്ബി പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ആ തരത്തിൽ നിരവധി മേഖലകളിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, മറ്റടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിലെമ്പാടും ഒപ്പം ചാത്തന്നൂർ മണ്ഡലത്തിലും കിഫ്ബിയിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാം കണ്ടതുപോലെ ചാത്തന്നൂർ നിയോജക മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ഗതാഗത രംഗത്ത് തീരദേശ ഹൈവേയും റെയിൽവേ മേൽപ്പാലവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകൾ, മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ള വിതരണത്തിലെ വലിയ മുന്നേറ്റം, ആരോഗ്യരംഗത്തെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, പുതിയ തൊഴിൽ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ എന്നിവയെല്ലാം ചേരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വളർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ ഈ നൂറുകണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും ചാത്തന്നൂരിൻ്റെ ഭാവിയെ ശോഭനമാക്കും എന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും തീരദേശ മേഖലയുടെയും ഉൾനാടൻ ഗ്രാമങ്ങളുടെയും ഒരുപോലെ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നും യുവജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.